ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ടാലിയ കൊച്ചമ്മ. മർത്തമറിയം വനിതാ സമാജം 2025 കേന്ദ്ര പരീക്ഷയിലേക്ക് അങ്ങനെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഒരു വർഷം നമ്മുടെ എല്ലാം ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായി കാണും അല്ലേ? എന്നിട്ടും ഈ വർഷവും ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും ധ്യാനിക്കുവാനും തക്കവണ്ണം മുൻകൈയെടുത്ത് ഈ പരീക്ഷകൾക്ക് ഒരുങ്ങുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വർഷം അഭിമന്യ ദിയസ്കോറസ് തിരുമേനി നമ്മുടെ പഠനത്തിനു വേണ്ടി ക്രമീകരിച്ചു തന്നിരിക്കുന്ന പുസ്തകമാണ് വീണ്ടെടുക്കുന്ന ക്രിസ്തു, റൂത്തിന്റെയും എസ്തേറിന്റെയും പുസ്തകങ്ങളിലൂടെ ദ റിഡീമിംഗ് ക്രൈസ്റ്റ് ത്രൂ ദ ബുക്സ് ഓഫ് റൂത്ത് ആൻഡ് എസ്തേർ. ഈ പുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഈ വർഷത്തെ ക്ലാസ്സുകൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് ആ പുസ്തകത്തിന്റെ ഏറ്റവും ആദ്യത്തെ ഭാഗം ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. രണ്ട് പുസ്തകങ്ങൾക്കും, റൂത്തിന്റെയും എസ്തേറിന്റെയും പുസ്തകങ്ങൾക്ക് ഒരു ആമുഖമാണ് ആ പുസ്തകത്തിന്റെ ആദ്യ ഭാഗം. അതിലെ റൂത്തിന്റെ പുസ്തകത്തിലെ ഒരു ആമുഖം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വർഷത്തെ ക്ലാസ്സുകൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ടും പരിശുദ്ധ മാതാവിന്റെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥത യാചിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ വർഷം നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ലഭിച്ചിരിക്കുന്ന രണ്ട് പുസ്തകങ്ങളാണ് റൂത്തും എസ്തേറും. ഈ രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളും നമുക്ക് വളരെ പരിചിതരായിട്ടുള്ള രണ്ടുപേരാണ് അല്ലെ? എന്താണ്? വിശുദ്ധ വേദപുസ്തകത്തിൽ സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന രണ്ട് പുസ്തകങ്ങളാണ് റൂത്തും എസ്തേറും. ഇവരെ രണ്ടുപേരെ പറ്റിയും അല്ലെങ്കിൽ ഈ പുസ്തകങ്ങളെ പറ്റി ഒറ്റ വാചകത്തിൽ ഒന്ന് പറയുകയാണെങ്കിൽ, ദി മോസ്റ്റ് റിമാർക്കബിൾ ആൻഡ് ബിലൗഡ് നറേറ്റീവ്സ് ഇൻ ദ ബൈബിൾ. നമുക്ക് വളരെയധികം സ്നേഹം തോന്നുന്ന ഒരു സഭയിലെ സ്ത്രീ എന്ന നിലയിൽ, ഒരു കുടുംബത്തിലെ അമ്മ എന്നുള്ള നിലയിൽ, ഒരു ഭാര്യ എന്നുള്ള നിലയിൽ, അമ്മായി അമ്മ, മരുമകൾ എന്നിങ്ങനെ പല റോൾസ് ചെയ്യുന്നവരാണ് നമ്മൾ. എപ്രകാരം ഒരു സഭയിലെ സ്ത്രീ ആയിരിക്കണം, എപ്രകാരം ഒരു ഭാര്യയായിരിക്കണം, എപ്രകാരം ഒരു അമ്മായി അമ്മ ആയിരിക്കണം, എപ്രകാരം ഒരു മരുമകളായിരിക്കണം എന്നിങ്ങനെ വളരെയധികം ഇൻസൈറ്റ്സ് തരുന്ന, നമ്മളെ ചിന്തിപ്പിക്കുന്ന, നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന രണ്ട് എക്സ്ട്രാ ഓർഡിനറി വിമനാണ് റൂത്തും എസ്തേറും. ഒരു ഭാഗത്ത് റൂത്ത് എന്ന് പറയുന്നത് ഈ ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണെങ്കിലും ഒരു യഹൂദ വംശജയല്ല, അല്ലെങ്കിൽ ഒരു യഹൂദ സ്ത്രീയല്ല. ഷി വാസ് എ മോവാബൈറ്റ് വുമൺ. ഒരു അല്ലെങ്കിൽ ഒരു വിദേശിയായ ഒരു സ്ത്രീയാണ്, ഒരു മോവാബൈറ്റ് വുമൺ ആണ് റൂത്ത് എന്ന് പറയുന്നത്. മറുഭാഗത്ത് യഹൂദ വംശജയായിട്ടും പേർഷ്യൻ രാജ്ഞിയായി മാറുന്ന എസ്തേർ. മോവാബിയ സ്ത്രീയായ റൂത്തും യഹൂദ വംശജയായ എസ്തേറും. ഇവർക്ക് രണ്ടുപേർക്കും നമ്മൾ അങ്ങനെ പഠിക്കണമെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഈ രണ്ട് സ്ത്രീകളും ദൈവത്തോടുള്ള അവരുടെ സ്നേഹവും ഭക്തിയും വിശ്വസ്തതയും അവരവരുടെ സ്വന്തം ജീവിതത്തിൽ വ്യക്തമാക്കിയതിനാൽ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം എടുത്തുപയോഗിച്ച രണ്ട് സ്ത്രീകളാണ് റൂത്തും എസ്തേറും. രണ്ട് കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഈ രണ്ട് സ്ത്രീകൾ, ഒരാൾ ഒരു മോവാബിയ സ്ത്രീ, എ ഫോറിൻ വിഡോ, ആൻഡ് അതർ വൺ ഇസ് എ ക്വീൻ ഇൻ എക്സൈൽ, പ്രവാസത്തിലായിരിക്കുന്ന ഒരു രാജ്ഞി. ഇവര് രണ്ടുപേരും ദൈവത്തോടുള്ള അവരുടെ വിശ്വസ്തതയും സ്നേഹവും സ്വന്തം ജീവിതത്തിലൂടെ അവർ പ്രകടമാക്കിയതിനാൽ ദൈവം എടുത്തുപയോഗിച്ച രണ്ട് സ്ത്രീകളാണ് റൂത്തും എസ്തേറും. ഇന്ന് റൂത്തിന്റെ പുസ്തകത്തിന്റെ ഒരു ആമുഖം എന്നാണ് ഞാൻ പറഞ്ഞത്. അതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുൻപായിട്ട് ദൈവം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയ രക്ഷാകര ചരിത്രം, അല്ലെങ്കിൽ രക്ഷയുടെ ഒരു ചരിത്രം, ഇസ്രായേൽ മക്കളുടെ ചരിത്രം, പഴയ നിയമ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്നൊക്കെ പറയാം. ഇതെന്താണ് എന്ന് നമ്മൾ വളരെ സമ്മറൈസ് ചെയ്തൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുമ്പം ഇത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ലൈറ്റായിട്ട് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യാതെ ചെറിയ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഇസ്രായേലിന്റെ ചരിത്രം അല്ലെങ്കിൽ നമ്മുടെ പഴയ നിയമത്തിന്റെ ഉള്ളടക്കം എപ്രകാരമാണ് എന്നൊന്ന് പറയാം. നമുക്ക് ആദ്യത്തെ ഭാഗങ്ങളൊക്കെ നമുക്കറിയാം. ക്രിയേഷൻ, ആഡം ആൻഡ് ഈവ്, അതിനുശേഷം അവരുടെ മക്കൾ, അങ്ങനെ ടവർ ഓഫ് ബാബേൽ വരെയുള്ള സംഭവങ്ങൾ അറിയാം. അവിടെ നിന്നാണ് ഏറ്റവും പ്രസക്തമായ ഒന്ന് തുടങ്ങുന്നത്. ദ കോൾ ഓഫ് എബ്രഹാം, അബ്രഹാമിന് ലഭിച്ച വിളി, അവിടുന്ന് ഇസഹാക്ക്,
യാക്കോബ്, യാക്കോബിന്റെ മക്കളായിട്ട് 12 ഗോത്രങ്ങളുണ്ടായി. ഇവർക്ക് എന്ത് സംഭവിച്ചു? മിസ്രൈമിന്റെ കടുത്ത അടിമത്തത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ അവരവിടുന്ന് വിട്ട് നടന്ന് ഒരു പുറപ്പെട്ട് പോവുകയാണ്. അങ്ങനെ 40 വർഷത്തെ മരുഭൂവാസവും അതിനിടയ്ക്ക് നടന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ യോശുവയുടെ നേതൃത്വത്തിൽ, അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജോഷുവ, അവരെവിടെത്തുന്നു? പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് ചെന്നെത്തുകയാണ്. അങ്ങനെ കനാൻ ദേശത്തിലേക്ക് ചെന്നെത്തുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന കുറേ ആളുകളെ എല്ലാം അവിടുന്ന് ഒഴിപ്പിച്ചിട്ടാണ് ഇവർ അവിടെ പോയി താമസിക്കുന്നത്, അല്ലേ? അങ്ങനെ ആദ്യം ഒരു രാജ്യമായിട്ട് ഇവരിങ്ങനെ ഫോം ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാകും. ചുറ്റുപാടുമുള്ള നെയ്ബറിംഗ് പ്ലേസസുമായിട്ട്, അവിടെയുള്ള ആളുകളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ ഈ സമയത്തൊക്കെ ഇവരെ നയിക്കുവാനും ഇവരുടെ ഇടയ്ക്കുള്ള പ്രശ്നങ്ങളെ തീർക്കുവാനും ഒക്കെ ആയിട്ട് ദൈവം ആരെ ഒരുക്കി? ന്യായാധിപന്മാരെ ഒരുക്കി, ജഡ്ജസിനെ ഒരുക്കി. അപ്പം ഒരു മൊണാർക്കി അല്ലെങ്കിൽ രാജഭരണത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ദൈവമായിട്ട് ഉറപ്പിച്ച് അല്ലെങ്കിൽ ഒരുക്കി ഉയർത്തിയ ആളുകളാണ് ജഡ്ജസ് എന്ന് പറയുന്നത്, ന്യായാധിപന്മാർ. Leaders raised by God to deliver the Israelites during a turbulent period between the conquest of Canaan under Joshua and the establishment of monarchy. അങ്ങനെ ന്യായാധിപന്മാര് ഭരിച്ചിങ്ങനെ പോകുന്ന സമയത്ത് മനുഷ്യർക്കെല്ലാം ഒരാഗ്രഹം എന്താണ്? അവരെ നയിക്കുവാൻ തക്കവണ്ണം, അവരെ ഭരിക്കുവാൻ തക്കവണ്ണം ഒരു രാജാവ് വേണം. അങ്ങനെയാണ് ദൈവം ആരെ ആദ്യം രാജാവായിട്ട് നിയമിക്കുന്നത്? സോൾ, അല്ലെ? കിങ് സോൾ, ശൗലിനെ രാജാവായിട്ട് നിയമിക്കുന്നു. അതിനുശേഷം ദാവീദിന്റെ മകനായ ശലോമോനെ. അങ്ങനെ ശലോമോന്റെ മക്കളുടെ സമയത്ത് വലിയൊരു സംഭവം നടക്കുക. എന്താണ് നടക്കുന്നത്? ഈ മനുഷ്യരെല്ലാ കാലത്തും ദൈവത്തോട് മത്സരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇതിന് തക്കവണ്ണം ചെറിയ 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 ശിക്ഷകൾ എല്ലാ കാലത്തും നടക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടായ ഒരു വലിയ സംഭവമാണ് ശലോമോന്റെ മക്കളുടെ സമയത്ത് ഈ ഇസ്രായേൽ രാജ്യം രണ്ടായിട്ട് സ്പ്ലിറ്റായി പോവുകയാണ്, രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു പോവുകയാണ്. വടക്ക് ഭാഗം അല്ലെങ്കിൽ ദ നോർത്തേൺ കിങ്ഡം ഓഫ് ഇസ്രായേൽ, വടക്ക് ഭാഗത്തെ ഇസ്രായേൽ എന്നുള്ള പേരിലും തെക്ക് ഭാഗം ദി സതേൺ കിങ്ഡം ഓഫ് ജൂത, യഹൂദ എന്ന പേരിലും തെക്ക് ഭാഗം, അങ്ങനെ രണ്ടായിട്ട് ഈ രാജ്യം സ്പ്ലിറ്റ് ആവുകയാണ്. ഒരു വലിയ രാജ്യം രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചുറ്റുപാടുമുള്ള ശത്രു രാജ്യങ്ങൾ ഏത് സമയത്തും ഇവരെ കീഴടക്കും, അല്ലേ? അത് തന്നെ ഇവർക്ക് സംഭവിച്ചു. നോർത്തേൺ കിങ്ഡം ഓഫ് ഇസ്രായേൽ എന്ന രാജ്യത്തെ അസീറിയക്കാർ വന്ന് അവരെ കീഴടക്കുകയും ശമരിയ ഒക്കെ നശിപ്പിച്ചു കളയുകയും, അതുപോലെ തന്നെ താഴെയുള്ള യഹൂദ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ജൂത എന്ന് പറയുന്ന സതേൺ കിങ്ഡം ആണ് ഇമ്പോർട്ടൻറ്റ്. കാരണം ജെറുസലേം ടെമ്പിൾ ഒക്കെ അവിടെ ആണുള്ളത്. അവരെ ബാബിലോണിയൻസ് വന്ന് ക്യാപ്ചർ ചെയ്യുകയും അവരെ തകർത്ത് കളയുകയും യെരുശലേം ദേവാലയം ഒക്കെ നശിപ്പിച്ച് കളയുകയും, അതോടൊപ്പം അവരിൽ വളരെ മിടുക്കരായിട്ടുള്ള കുറെ പേരെ അല്ലെങ്കിൽ കുറെ ഏറെ യഹൂദരെ എന്ത് ചെയ്തു? അവര് എക്സൈലിൽ, പ്രവാസത്തിൽ ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയാണ്. ദാനിയേലും ശദ്രക്, മേശക്, അബേദ്നെഗോ, ഈ സംഭവങ്ങളൊക്കെ നമുക്കറിയാം, അല്ലേ? അപ്പൊ ഇവരെല്ലാം അങ്ങനെ ബാബിലോണിൽ പോയിട്ട് പ്രവാസത്തിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ ദൈവത്തിന്റെ ജനം വളരെയധികം സങ്കടവും പ്രയാസവും കഷ്ടപ്പാടും ഒക്കെ ഈ പ്രവാസത്തിൽ, ബാബിലോണിയൻ പ്രവാസത്തിൽ ഇരുന്ന് അവരിങ്ങനെ നേരിടുന്ന സമയത്ത് ദൈവം അവർക്കൊരു വലിയ ഒരു അവസരം കൊടുക്കുകയാണ്. എന്താണ്? ബാബിലോണിനെക്കാട്ടിലും വലുതായിട്ട് ദൈവം പേർഷ്യക്കാരെ ഉയർത്തുന്നു. അങ്ങനെ പേർഷ്യൻസ് വന്ന് അവര് ഭയങ്കര ശക്തിയായി മാറിയപ്പം അവര് വന്ന് ഈ ബാബിലോണിനെ കോൺകർ ചെയ്യുന്നു. അങ്ങനെ യഹൂദർക്ക് തിരിച്ചവരുടെ ദേവാലയം പുനഃപ്രതിഷ്ഠിക്കാനും തിരിച്ചവരുടെ ആരാധനയും കൾച്ചറും രീതികളും ഒക്കെ ഒന്ന് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് അവിടെ ഒരു അവസരം ദൈവം ഒരുക്കി കൊടുക്കുകയാണ്. അങ്ങനെ എസ്ര നെഹമ്യാവിന്റെ ഒക്കെ പുസ്തകങ്ങൾ, എസ്തേറിന്റെ ഒക്കെ കാലഘട്ടമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഇത്രയുമാണ് ഒരു ചരിത്രം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കെ നമുക്ക് മറ്റേ പഴയ നിയമത്തിൽ തന്നെ പിന്നെ നമ്മൾ കാണുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ഇയ്യോബ്, പ്രോവേർബ്സ്, സാംസ് ഒക്കെ കാണും, അല്ലേ? ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ ഇവിടം തൊട്ട് നമ്മളിപ്പോൾ പറഞ്ഞു തന്ന ചരിത്രം വരെ ഈ ഉള്ള കാലഘട്ടങ്ങളിലെല്ലാം സംഭവിച്ചതായിട്ടുള്ള അല്ലെങ്കിൽ എഴുതിയിട്ടുള്ളതായിട്ടുള്ള ലിറ്റററി വർക്ക്സ് ആണ്, കാവ്യാത്മകമായിട്ടുള്ള പുസ്തകങ്ങളാണ് നമുക്ക് ആ ഒരു സെറ്റ് ഓഫ് ലിറ്റററി ബുക്സിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചരിത്രത്തിൽ അത്രയും സമയം എന്താണ്? പ്രവാചകന്മാരുണ്ടായിരുന്നു ഓരോ സമയത്തും.
സമയത്ത് എന്തിനു വേണ്ടിയാ? ജനം തെറ്റ് ചെയ്യുമ്പം, ജനം ദൈവത്തോട് മത്സരിക്കുമ്പം ശരി എന്ത് എന്ന് പറഞ്ഞു കൊടുക്കുവാനും, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ള മുന്നറിയിപ്പുകൾ, വാർണിംഗ്സ് നൽകാനും വേണ്ടിയിട്ട് ദൈവം സമയാസമയത്ത് പ്രവാചകന്മാരെ നിയമിച്ചു. അപ്പൊ ഈ സമയങ്ങളിലെല്ലാം ഓരോ പ്രവാചകന്മാരുണ്ടായിരുന്നു മുന്നറിയിപ്പ് നൽകാൻ. അതോടൊപ്പം തന്നെ ഈ ജനങ്ങളുടെ കഷ്ടപ്പാടിൽ അവർക്ക് പ്രതീക്ഷ നൽകുന്ന പ്രവചനങ്ങളും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എന്തായിരുന്നു അവിടെ പ്രതീക്ഷ നൽകിയ പ്രവചനം? നമ്മുടെ അടിമത്തത്തിൽ നിന്ന്, നമ്മുടെ പ്രയാസത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ തക്കവണ്ണം മഷിഹ ജനിക്കും, ഒരു രാജാവ് നമുക്ക് വേണ്ടി ജനിക്കും, ദാവീദ് വംശത്തിൽ ജനിക്കും എന്നിങ്ങനെ പ്രവചനങ്ങളും നമുക്ക് ദ ബുക്സ് ഓഫ് മൈനർ പ്രോഫറ്റ്സും മേജർ പ്രോഫറ്റ്സും, ദ ബുക്ക് ഓഫ് പ്രൊഫസീസ്, നമുക്ക് ഐസായ തൊട്ടിട്ട് മലാഖി വരെയുള്ള പുസ്തകങ്ങളിൽ ഈ പ്രോഫറ്റ്സിന്റെ പ്രൊഫസീസും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ഈ മലാഖി വരെയുള്ള കാലഘട്ടം കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ കുറച്ച് സൈലന്റ് ഇയേഴ്സ് ആണ്. പ്രവചന ശബ്ദം ഒന്നും തന്നെ കേൾക്കുന്നില്ല. എല്ലാവരും വരുവാനിരിക്കുന്ന മശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഈ പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് എന്താണ്, ക്രിസ്തുവിന്റെ ജനനവും അവന്റെ മരണവും പുനരുത്ഥാനവും അങ്ങനെ പുതിയ നിയമത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ രണ്ട് പുസ്തകങ്ങളും, രൂത്തും എസ്തേറും, ഓൾഡ് ടെസ്റ്റ്മെന്റ് ബുക്സ് ആണ് അല്ലെ, പഴയ നിയമത്തിലെ പുസ്തകങ്ങളാണ്. അതുകൊണ്ട് ഇത് ഏത് കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളാണ് എന്നൊക്കെ നമുക്കൊന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ബേസിക് ഹിസ്റ്ററി നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല, വളരെ റെലവെന്റ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഈ ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ നമുക്ക് മുന്നോട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് വരാം. ഇന്ന് രൂത്തിന്റെ പുസ്തകത്തിന് ഒരു ആമുഖം എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചത്. 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവായിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. 1, ആരാണ് രൂത്ത്? എന്താണ് രൂത്തിന് ഇത്ര പ്രത്യേകത? 2, വെൻ വാസ് രൂത്ത് റിട്ടൺ? രൂത്ത് എന്ന പുസ്തകം എപ്പോഴാണ് എഴുതിയത്? വാട്ട് ഈസ് ദ കണ്ടന്റ് ഓഫ് ദി ബുക്ക്? എന്താണ് പുസ്തകത്തിന്റെ ഉള്ളടക്കം? വാട്ട് ആർ ദി സ്പെഷ്യാലിറ്റീസ് ഓഫ് ദ ബുക്ക്? പുസ്തകത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വാട്ട് ഈസ് ദ മേജർ തീം? എന്താണ് ഈ പുസ്തകത്തിന്റെ പ്രധാന ചിന്താവിഷയം അല്ലെങ്കിൽ പ്രധാന പ്രമേയം? ഒന്നാമതായിട്ട്, ആരാണ് രൂത്ത്? അപ്പം നമ്മൾ പറഞ്ഞു ഒരു മോവാഭ്യ സ്ത്രീയാണ് എന്നുള്ളത് നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. പക്ഷെ ഏറ്റവും ബേസിക് ആയിട്ട് ആരാണ് രൂത്ത്? രൂത്ത് ഒരു യഹൂദ വംശജയല്ല. രൂത്ത് ഒരു മോവാഭ്യ സ്ത്രീയാണ്. ഷീസ് എ മോവാബൈറ്റ് വുമൺ. ഇനി എന്താണ് രൂത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ രൂത്തിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ ഒരൊറ്റ വാചകത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിരിക്കുന്നത് എന്താണ്? തന്റെ ഭർത്താവിന്റെ മരണശേഷവും അമ്മായിയമ്മയെ സ്വന്തം അമ്മയായി കണ്ട് പരിചരിക്കുകയും അമ്മായിയമ്മയുടെ ദൈവത്തെ സ്വന്തം ദൈവമായി കണ്ട് സ്നേഹിക്കുകയും ചെയ്തതിനാൽ ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയ രക്ഷാചരിത്രത്തിന്റെ ഭാഗമാവുകയും ക്രിസ്തുവിന്റെ വംശാവലിയുടെ ഭാഗമാകുവാനും സാധിച്ച ഭാഗ്യമുള്ള സ്ത്രീയാണ് രൂത്ത്. ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്നതാണ്. നമുക്ക് 2 ഭാഗമായിട്ട് അതിനെ പഠിക്കാം. ആദ്യത്തെ ഭാഗം, രൂത്ത് എന്ത് ചെയ്തു? തന്റെ ഭർത്താവിന്റെ മരണശേഷവും തന്റെ അമ്മായി അമ്മയെ സ്വന്തം അമ്മയായി കണ്ട് പരിചരിച്ചു. അതുപോലെ തന്നെ അമ്മായി അമ്മയുടെ ദൈവത്തെ സ്വന്തം ദൈവമായി കണ്ട് സ്നേഹിച്ചു. അതിനാൽ തന്നെ രൂത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് രണ്ടാമത്തെ ഭാഗം. ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയ രക്ഷാകര ചരിത്രത്തിന്റെ ഭാഗമാകുവാൻ രൂത്തിന് സാധിച്ചു. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ വംശാവലിയുടെ ഭാഗമായിട്ട് മാറുവാനും സാധിച്ച ഭാഗ്യമുള്ള സ്ത്രീയാണ് രൂത്ത് എന്ന് പറയുന്നത്. എ വുമൺ ഹു കുഡ് ബിക്കം പാർട്ട് ഓഫ് ഗോഡ്സ് സാൽവേഷൻ പ്ലാൻ ആൻഡ് പാർട്ട് ഓഫ് ദ ജീനിയോളജി ഓഫ് ക്രൈസ്റ്റ് because she lovingly cared for her mother-in-law as her own and embraced her mother-in-law's God as her own even after her husband's death. അപ്പം ഒറ്റ വാചകത്തിൽ ആരാണ് രൂത്ത് അല്ലെങ്കിൽ എന്താണ് രൂത്തിന്റെ പ്രത്യേകത എന്ന് നമുക്ക് മനസ്സിലായി. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരവായല്ലോ. ഇനിയും രണ്ടാമതായിട്ട്, വെൻ വാസ് രൂത്ത് റിട്ടൺ? ഏത് കാലഘട്ടത്തിലാണ് രൂത്ത് എഴുതപ്പെട്ടത്? നമ്മൾ മുമ്പേ ഇസ്രായേലിന്റെ ചരിത്രം പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, യോശുവയുടെ നേതൃത്വത്തിൽ കനാൻ ദേശത്തിലേക്ക് ഇവർ എത്തിയതിനു ശേഷം മൊനാർക്കി അല്ലെങ്കിൽ രാജഭരണം ആരംഭിക്കുന്നതിന് മുൻപ് ഓരോ സമയങ്ങളിൽ ഇസ്രായേൽ മക്കളെ നയിക്കുവാനും രക്ഷിക്കുവാനും അവിടെ നേതൃത്വം നൽകുവാനും ഒക്കെ ദൈവം തെരഞ്ഞെടുത്ത ആക്കിയ ആൾക്കാരാണ് ന്യായാധിപന്മാർ അല്ലെങ്കിൽ ജഡ്ജസ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ആദ്യ കാലഘട്ടത്തിൽ
ആ സമയത്ത്, അതായത് ഇസ്രായേലിനെ ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്തിരുന്ന സമയത്ത് നടന്നിരുന്നതായിട്ടുള്ള സംഭവങ്ങളിൽ, ആ ഒരു കാലഘട്ടത്തിൽ 11 വർഷത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് നമുക്ക് രൂത്തിന്റെ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നത്. ട്രഡീഷണലി, റൂത്ത് ഇസ് ബിലീവ് ടു ബി റിട്ടൺ ഇൻ ദ ടൈം ഓഫ് ജഡ്ജസ് അറൌണ്ട് 1300 BC. അതായത് ഇസ്രായേലിൽ ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യുന്ന സമയത്ത്, ആ കാലഘട്ടത്തിൽ സംഭവിച്ചതായിട്ടുള്ള 11 വർഷങ്ങളിൽ സംഭവിച്ചതായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് രൂത്തിന്റെ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നത്. 2 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന്, ആരാണ് രൂത്ത്? ഏത് കാലഘട്ടത്തിലാണ് രൂത്ത് എഴുതപ്പെട്ടത്? ഇനി മൂന്നാമതായിട്ട്, വാട്ട് ഇസ് ദ കണ്ടന്റ് ഓഫ് ദി ബുക്ക്? ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്താണ്? നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അധ്യായങ്ങളിൽ എല്ലാം ഉള്ള സംഭവങ്ങൾ തിരുമേനി അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് എഴുതിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. രൂത്തിന്റെ പുസ്തകം വായിച്ചവർക്കെല്ലാം അറിയാം എത്ര അധ്യായങ്ങളുണ്ട് രൂത്തിന്റെ പുസ്തകത്തിൽ. ആകെ 4 അധ്യായങ്ങളേ ഉള്ളൂ, അല്ലേ? എന്താണ് ഈ 4 അധ്യായത്തിലും സംഭവിക്കുന്നത്? ഒന്നാമത്തെ അധ്യായത്തിൽ രൂത്തിന്റെ വിശ്വസ്തത, ദ ലോയൽറ്റി ഓഫ് രൂത്ത് വെളിപ്പെട്ട് കാണും. രണ്ടാമത്തെ അധ്യായത്തിൽ രൂത്തിന്റെ പ്രതീക്ഷ, പുതിയൊരു ജീവിതം ആരംഭിക്കുവാനുള്ള പ്രതീക്ഷ. മൂന്നാമത്തെ അധ്യായത്തിൽ രൂത്തിന്റെ പ്രത്യാശ, ഒരു ഹോപ്പാണ് രൂത്തിന്. എന്താണ്? തന്റെ കുടുംബത്തെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഒരാൾ മുന്നോട്ട് വരും എന്നുള്ള ഒരു പ്രതീക്ഷ മൂന്നാമത്തെ അധ്യായത്തിൽ കാണാൻ സാധിക്കും. നാലാമത്തെ അധ്യായത്തിൽ റിഡംഷൻ ഓഫ് റൂത്ത് ആൻഡ് ബ്ലെസ്സിങ്സ്. അങ്ങനെ രൂത്തിന്റെ വീണ്ടെടുപ്പ് നമുക്ക് 4-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് നമുക്കതിനെ ഒന്ന് സ്ട്രക്ചറൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇനി ഒരു കഥ പോലെ നിങ്ങൾ കേട്ടിരുന്നാൽ മതി. എന്താണ് രൂത്തിന്റെ കഥ? യഹൂദിയയിലെ ഏലിമലേഖ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ യഹൂദക്കാരനായ ഏലിമലേഖ്, ബേത്ലഹേമിൽ താമസിച്ചിരുന്ന ആളാണ് ഏലിമലേഖ്. അവിടെ വലിയ ഒരു ക്ഷാമം നടക്കുന്ന സമയത്ത് ഏലിമലേഖ് എന്ത് ചെയ്യുന്നു? തന്റെ ഭാര്യയായ നവമിയും 2 മക്കളോടുമൊപ്പം ബേത്ലഹേം എന്നുള്ള ദേശം വിട്ട് എങ്ങോട്ട് പോവുകയാണ്? അവര് മൂവാബിലേക്ക് പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ ജീവിതവുമായിട്ട് നമുക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ? ഞാനടക്കം ഒത്തിരി പേര് ഇപ്പൊ സ്വന്തം ദേശമൊക്കെ വിട്ട് മൈഗ്രേറ്റ് ചെയ്ത് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോയി താമസിക്കുന്നവരാണ്, അല്ലെ? അത്തരത്തിൽ ഏലിമലേക്കും ആരാണ്? യഹൂദ്യനായ ഏലിമലേഖ്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് നവമി. അവർക്ക് 2 മക്കളുമുണ്ട്. അവര് ബേത്ലഹേമിലായിരുന്നു താമസിച്ചിരുന്നത്. ആ ദേശം വിട്ട് അവരെങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ്? മോവാബിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒരുപക്ഷെ നല്ല ജീവിതത്തിന് വേണ്ടി ആയിരിക്കാം അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ നമ്മുടെ മക്കളൊക്കെ എന്ത് സംഭവിക്കും? ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്തു പോകുന്ന കമ്മ്യൂണിറ്റിയിൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്, ഈ നമ്മുടെ മക്കളുടെ ജനറേഷൻ വരുന്ന സമയത്ത് ഒരുപാട് വർഷം ഈ വേറൊരു രാജ്യത്ത് താമസിക്കുന്നവർ അവിടുത്തെ തന്നെ ആളുകളെയൊക്കെ വിവാഹം കഴിക്കുന്ന ഒരു പതിവ് നമ്മുടെ ഇടയിലൊക്കെ കാണാറുണ്ട്, അല്ലേ? അത് തന്നെ ഇവിടെ സംഭവിച്ചു. എന്ത് ചെയ്തു? ഈ ഏലിമലേക്കിനും നവമിക്കും 2 മക്കളാണുള്ളത്, മഹ്ലോനും കില്യോനും. ഈ മഹ്ലോനും കില്യോനും മോവാബ്യ സ്ത്രീകളായിട്ടുള്ള, മോവാബ് ദേശത്തെ തന്നെ 2 സ്ത്രീകളെ അവര് വിവാഹം കഴിക്കുകയാണ്. ആരാണ്? രൂത്തിനെയും ഓർപ്പായെയും വിവാഹം കഴിക്കുകയാണ്. അപ്പം ഏലിമലേഖ്, ഭാര്യ നവമി, അവർക്ക് 2 മക്കളാണ്, മഹ്ലോനും കില്യോനും. ഇവരാരെ വിവാഹം കഴിച്ചു? മോവാബ്യ സ്ത്രീകളായിട്ടുള്ള രൂത്തിനെയും ഓർപ്പായെയും വിവാഹം കഴിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചു? ആ അവരുടെ വിവാഹശേഷം ഈ ഏലിമലേക്കും മഹ്ലോനും കില്യോനും മരണപ്പെട്ടു പോയി. അങ്ങനെ ഈ 3 സ്ത്രീകളും അവിടെ വെച്ച് വിധവകളായിട്ട് മാറുകയാണ്. അങ്ങനെ വലിയ പ്രയാസത്തിന്റെ ആ ഒരു അവസ്ഥയിൽ നവമി ചിന്തിക്കുകയാണ്, ഞാൻ ഇനി എന്തിനാണ് എൻ്റെ സ്വന്തം ദേശം വിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വിദേശത്ത് വന്നിങ്ങനെ താമസിക്കുന്നത്? ഞാൻ തിരിച്ചെൻ്റെ നാട്ടിലേക്ക്, ബേത്ലഹേമിലേക്ക് ഞാൻ പോവുകയാണ്. അങ്ങനെ 2 മരുമക്കളെയും വിളിച്ച് പറയുകയാണ്, നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ കുടുംബത്തിലേക്ക് തന്നെ പൊക്കോ, ഞാൻ ഇനിയും ഇവിടം വിട്ടു പോവുകയാണ് എന്നുള്ളത്. അങ്ങനെ ഓർപ്പ കരഞ്ഞുകൊണ്ട് ഇവരെ വിട്ടുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ രൂത്തോ നവമിയോടും നവമിയുടെ ദൈവത്തോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് നവമിയോടൊപ്പം ബേത്ലഹേമിലേക്ക് പോകുവാൻ, തനിക്ക് അറിയാത്ത ദേശമായ ബേത്ലഹേമിലേക്ക് പോകുവാൻ തയ്യാറായി നിൽക്കുന്ന രൂത്തിന്റെ വിശ്വസ്തതയെയാണ് 1-ാം അധ്യായം നമുക്ക് രൂത്തിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് 1-ാമത്തെ അധ്യായത്തിലെ സംഭവങ്ങൾ. ഇനി അവിടുന്ന് 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ രൂത്തും നവമിയും എവിടെ ചെന്നു?
ബേത്ലഹേമിലേക്ക് തിരിച്ചു ചെന്നു. പുതിയ ഒരു ജീവിതം ആരംഭിക്കുവാനുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്ക് ആ അധ്യായങ്ങളിൽ, ആ 2-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്നതിന് വേണ്ടി രൂത്ത് അവിടുള്ള ഒരു വയലിൽ കാലാ പെറുക്കുവാൻ വേണ്ടി ചെന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. റൂത്ത് ഗോസ് ഗ്ലീനിങ് ഇൻ ദ ഫീൽഡ് ഓഫ് ബോസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗ്ലീനിങ് എന്നുള്ളതാണ്. അതായത് പിക്കിംഗ് അപ്പ് ദ ഗ്രെയിൻ ലെഫ്റ്റ് ബിഹൈൻഡ് ബൈ ദി ഹാർവെസ്റ്റേഴ്സ്. അതായത് അന്നത്തെ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഒക്കെ ആലോചിക്കുകയാണെങ്കിൽ യവക്കൊയ്ത്ത് കാലം ബാർലെ കൊയ്ത്താണ്, അല്ലെങ്കിൽ ബാർലെ ഫീൽഡുകളാണ്. അപ്പം ആ സമയത്ത് കൊയ്ത്തുകാർ എന്ത് ചെയ്യും? അവർ വന്നിങ്ങനെ കൊയ്തിട്ട് പോയി കഴിയുമ്പം അവിടെ കുറെ ലെഫ്റ്റ് ഓവർ ഗ്രെയിൻസ് കാണും അല്ലെ, വീണ് കിടക്കുന്ന കുറെ ധാന്യങ്ങൾ കാണും. അപ്പം ഇതൊക്കെ പറക്കുവാൻ വേണ്ടി ഒരുപക്ഷെ ആ സമയത്തെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ താഴെ നിൽക്കുന്ന അഗതികളും പ്രയാസം അനുഭവിക്കുന്നവരും പാവപ്പെട്ടവരുടെ ഒക്കെ ജോലിയാണ്, അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള ഒരു മാർഗമാണ് ഈ കാലാ പെറുക്കുവാൻ വേണ്ടിയിട്ട് ചെന്നു എന്ന്. നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പം വളരെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് പിക്കിംഗ് അപ്പ് ദ ഗ്രെയിൻ ലെഫ്റ്റ് ബിഹൈൻഡ് ബൈ ദി ഹാർവെസ്റ്റേഴ്സ്. ഇതിനു വേണ്ടി രൂത്ത് ആരുടെ വയലിലേക്ക് ചെല്ലുകയാണ്? അടുത്ത പ്രധാനപ്പെട്ട കഥാപാത്രത്തിന്റെ ബോവസിന്റെ വയലിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ വെച്ച് രൂത്ത് ബോവസിനെ കണ്ടുമുട്ടുകയും അങ്ങനെ ബോസ് വളരെ സന്തോഷത്തോടെ അവളെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നു. തിരിച്ചു ചെന്ന് ഈ കഥയെല്ലാം നവമിയോട് പറഞ്ഞു കേൾപ്പിക്കുന്ന രൂത്തിനെയാണ് നമുക്ക് 2-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന്റെ ഒരു പ്രതീക്ഷ നമുക്ക് ഈ 2-ാം അധ്യായത്തിൽ രൂത്തിൽ കാണാൻ സാധിക്കും. ഇനി അവിടുന്ന് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നവമിയുടെ നിർദ്ദേശപ്രകാരം ബോവസിന്റെ മെതിക്കളത്തിലേക്ക് കടന്നു ചെല്ലുന്ന രൂത്തിനെ നമുക്ക് കാണുന്നുണ്ട്. അതായത് ഒരു വീണ്ടെടുപ്പിനുള്ള പ്രത്യാശ നമുക്ക് ഈ ഒരു അധ്യായത്തിൽ കാണാൻ സാധിക്കും. റൂത്ത് ഗോസ് ടു ദി ത്രഷിംഗ് ഫീൽഡ്സ് ഓഫ് ബോവസ് ആസ് ഇൻസ്ട്രക്റ്റഡ് ബൈ നവമി. അവിടെ പോസിറ്റീവായിട്ടുള്ള എന്തൊക്കെയോ നടക്കുന്നു. അതുകൊണ്ട് തന്നെ നവമിക്ക് കൊടുക്കുവാൻ ഒരു സമ്മാനവും നൽകിക്കൊണ്ടാണ് ബോസ് അവിടെ രൂത്തിനെ തിരിച്ച് വീട്ടിലേക്ക് അയക്കുന്നത്. അങ്ങനെ അവസാനത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ബോസ് രൂത്തിന്റെ വീണ്ടെടുപ്പുകാരനായിട്ട് മാറുകയാണ്. അങ്ങനെ അവർക്ക് ഒരു മകൻ ജനിക്കുന്നു. എ സൺ നെയ്മഡ് ഓബെദ് ഇസ് ബോൺ ടു റൂത്ത് ആൻഡ് ബോസ്. യേശുവിന്റെ വംശാവലിയുടെ ഭാഗമായിട്ട് ഓബേദിനെ ഉൾപ്പെടുത്തി ദാവീദിന്റെ വംശപരമ്പര എടുത്ത് കാണിച്ചുകൊണ്ടാണ് 4-ാം അധ്യായം അവസാനിക്കുന്നത്. അപ്പോൾ മറ്റൊരു ദേശത്ത് വെച്ച് വലിയ സങ്കടത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന 2-3 സ്ത്രീകൾ, അവരെ വീണ്ടെടുപ്പിന്റെ വലിയ ഒരു എൻഡിലേക്ക് എത്തിക്കുന്ന, കൺക്ലൂഷനിലേക്ക് എത്തിക്കുന്ന അതിമനോഹരമായ ഒരു കഥയാണ് രൂത്തിന്റെ പുസ്തകം. ഈ പടങ്ങളൊക്കെ വെച്ചിരിക്കുമ്പം കുറച്ചും കൂടെ ഓർത്തിരിക്കാനും മനസ്സിലാക്കാനും ഒക്കെ എളുപ്പമാണ്, അതുകൊണ്ട് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പം 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് മനസ്സിലായല്ലോ. ആരാണ് രൂത്ത്? ഏത് കാലഘട്ടത്തിലാണ് രൂത്തിന്റെ പുസ്തകം എഴുതപ്പെട്ടത്? വാട്ട് ഇസ് ദ കണ്ടന്റ് ഓഫ് ദി ബുക്ക്? 4 അധ്യായങ്ങളിലും സംഭവിച്ച കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് 4-ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. എന്താണ് വാട്ട് ആർ ദ യുണീക് ഫീച്ചേഴ്സ് ഓഫ് ദി ബുക്ക്, അല്ലെങ്കിൽ വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് റൂത്ത്? എന്താണ് രൂത്തിന്റെ പുസ്തകത്തിന്റെ പ്രത്യേകതകൾ? ഒന്നാമതായിട്ട് നമ്മൾ ഇസ്രായേലിന്റെ ഒരു ചരിത്രം പറഞ്ഞു അല്ലെ, യഹൂദന്മാരുടെ ഒരു ചരിത്രമാണ് നമ്മൾ പറഞ്ഞത്. അവിടെ യഹൂദ വംശജ അല്ലാത്ത ഒരു സാധാരണ സ്ത്രീയായിട്ടും രൂത്ത് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ പേരിലുള്ള ഒരു പുസ്തകം പഴയ നിയമത്തിൽ വന്നു എന്നുള്ളത് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എ ബുക്ക് ഇൻ ഓൾഡ് ടെസ്റ്റ്മെന്റ് വിച്ച് ഇസ് നെയ്മഡ് ആഫ്റ്റർ എ വുമൺ ഹു വാസ് നെയ്തർ ജൂയിഷ് ഓർ ഔട്ട് ഓഫ് ഓർഡിനറി. സാധാരണക്കാരിയായ ഒരു യഹൂദ വംശജയല്ലാത്ത ഒരു സാധാരണക്കാരി സ്ത്രീയുടെ പേരിലുള്ള ഒരു പുസ്തകം ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് വന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്, നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ പുസ്തകം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന്റെ സന്തോഷങ്ങളും സന്താപങ്ങളും ഒക്കെ വളരെ എടുത്തു കാണിച്ചിരിക്കുന്ന വളരെ ഹൃദയസ്പർശിയായ ഒരു ചെറിയ കഥ എന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലെ. എ ടച്ചിങ് ഡിസ്ക്രിപ്ഷൻ ഓൺ ദി ജോയ്സ് ആൻഡ് സോറോസ് വിത്തിൻ എ ഫാമിലി. എന്നാൽ അവിടെയാണ് ഈ പുസ്തകത്തിന്റെ വലിയ പ്രത്യേകത. വളരെ ചെറിയ ഒരു പുസ്തകമായിട്ട് പോലും വലിയ കാര്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. എന്താണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്? ഒരു 3 വിധവകളുടെ പ്രയാസം അല്ലെങ്കിൽ 3 വിധവകളുടെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് അല്ലേ. പക്ഷെ അവിടെ അവർക്കൊരു വലിയ വിശ്വാസമുണ്ട്. എന്താണ്? യഹോവയാം ദൈവത്തെ അവർ വളരെയധികം വിലമതിച്ചു. അതുപോലെ അവന്റെ രക്ഷാകര ക്രമീകരണങ്ങളിൽ അവർ ആശ്രയിച്ചു. അതുമൂലം എന്ത് സംഭവിച്ചു? രൂത്ത് എന്ന കാലാ പെറുക്കുവാൻ വേണ്ടി ചെന്ന ഒരു സ്ത്രീ ആ
വയലിന്റെ ഉടമസ്ഥയാക്കി നാഥയാക്കി മാറ്റുന്ന കർത്താവിനെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് വലിയ പ്രയാസങ്ങളുടെ അവസ്ഥയിലും നമ്മളെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം കഴിവുള്ള, വീണ്ടെടുക്കുവാൻ തക്കവണ്ണം മനസ്സുള്ള കർത്താവിനെയാണ് ഈ പുസ്തകം സൂചിപ്പിക്കുന്നത്, റിവീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിന്റെ മൂന്നാമത്തെ പ്രത്യേകത. അതുപോലെ തന്നെ മഷിഹായുടെ വംശാവലിയിൽ വംശപാരമ്പര്യം ഇപ്രകാരമായിരിക്കണം എന്നുള്ള യഹോവയുടെ പ്രത്യേക താല്പര്യം ഈ പുസ്തകം ഇതിൽ ഉൾപ്പെടുത്തിയതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇറ്റ് എംഫസൈസസ് ദി ഇൻട്രസ്റ്റ് ദാറ്റ് ഗോഡ് യഹോവ ടുക്ക് ഇൻ ദ ജീനിയോളജി ഓഫ് ദ മെസായ. മഷിഹായുടെ വംശാവലി ഇപ്രകാരമായിരിക്കണം എന്നുള്ളതിനെ പറ്റി കൃത്യമായ ഒരു 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 താല്പര്യം നമുക്ക് ഈ ഒരു പുസ്തകത്തിൽ വെളിപ്പെട്ട് കാണാൻ സാധിക്കും. ഇപ്പൊ 4 ചോദ്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയും അവസാനമായിട്ട് എന്താണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാന പ്രമേയം, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്താവിഷയം? വീണ്ടെടുപ്പ് എന്നുള്ളത് തന്നെയാണ്, റിഡംഷൻ. ഏകദേശം 23 തവണ നമുക്ക് ഈ വാക്ക് ഈ ഒരു പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ രൂത്തിന്റെ പ്രത്യേകത എന്താണ്? എന്താണ് രൂത്തും റിഡംഷനും തമ്മിലുള്ള ബന്ധം? ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിലേക്ക് വെളിച്ചം വീശുന്ന ഒരു കഥയാണ് ഇത് എന്ന് നമ്മൾ പറഞ്ഞു. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി അത് സാർവത്രികമാണ് എന്നുള്ളതാണ് രൂത്തിന്റെ പ്രസൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ദൈവത്തിന്റെ രക്ഷ അത് യഹൂദനോ യവനനോ സ്വദേശിയെന്നോ വിദേശിയെന്നോ പരദേശിയെന്നോ പുരുഷനെന്നോ സ്ത്രീ എന്നോ ഒന്നും ഒരു വ്യത്യാസവുമില്ല. ദൈവത്തിന്റെ മുൻപാകെ നാം എല്ലാവരും ഒരുപോലെയാണ്. ദൈവത്തിന്റെ രക്ഷ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ് രൂത്ത് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ചിന്ത എന്നുള്ളത്. Ruth's representation as a Gentile in the ancestry of David signifies that all nations will be represented in the kingdom of God. ദൈവ സന്നിധിയിലേക്ക് വരുമ്പോൾ എല്ലാ ദേശക്കാരും എല്ലാ രാജ്യക്കാരും എല്ലാവരും ഒരുപോലെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് രൂത്തിന്റെ പുസ്തകം ഓർമ്മിപ്പിക്കുന്നത്. അപ്പം ഇത്രയുമേ ഉള്ളൂ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ. നമ്മൾ 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പറഞ്ഞത്. ഒന്നാമതായിട്ട് ആരായിരുന്നു രൂത്ത്? തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷവും തൻ്റെ അമ്മായിയമ്മയെ സ്വന്തം അമ്മയായി കണ്ട് സ്നേഹിക്കുകയും പരിചരിക്കുകയും തൻ്റെ അമ്മായിയമ്മയുടെ ദൈവത്തെ സ്വന്തം ദൈവമായി കണ്ട് സ്നേഹിക്കുകയും ചെയ്തതിനാൽ ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയ രക്ഷാകര ചരിത്രത്തിന്റെ ഭാഗമാവുകയും അതുപോലെ തന്നെ എന്താണ് യേശുവിന്റെ വംശാവലിയുടെ ഭാഗമായി തീരുവാനും തക്കവണ്ണം ഭാഗ്യം ലഭിച്ച മോവാബ്യ സ്ത്രീയാണ് രൂത്ത്. അതാണ് ഒന്നാമത്തെ ഉത്തരം. 2, when was Ruth written? Traditionally it is believed to be written during the time of Judges 1300 BC. ഇസ്രായേലിൽ ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്തിരുന്ന 11 വർഷ കാലഘട്ടത്തിലെ സംഭവങ്ങളാണ് നമുക്ക് രൂത്തിന്റെ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നത്. വാട്ട് ഈസ് ദ കണ്ടന്റ് ഓഫ് ദി ബുക്ക്? 4 അധ്യായങ്ങളാണ്. ഒന്നാമത്തെ അധ്യായത്തിൽ ലോയൽറ്റി ഓഫ് റൂത്ത്, രൂത്തിന്റെ വിശ്വസ്തത. 2, രൂത്തിന്റെ ഒരു പ്രതീക്ഷ. 3, രൂത്തിന്റെ വീണ്ടെടുപ്പിനെ പറ്റിയുള്ള ഒരു പ്രത്യാശ. 4, രൂത്തിന്റെ വീണ്ടെടുപ്പ്. ഇതാണ് ഈ ഒരു റിഡംഷൻ ഓഫ് റൂത്ത്. ഇതാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം. 4 അധ്യായങ്ങളാണുള്ളത്. ഇനി വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ദ ബുക്ക്? ഒരു യഹൂദ വംശജ അല്ലായിരുന്നിട്ട് പോലും ഈ ഒരു മോവാബ്യ സ്ത്രീ ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് പഴയ നിയമത്തിൽ വന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. 2, വളരെ ഹൃദയസ്പർശിയായ ഒരു കഥ എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു ചെറിയ 4 അധ്യായങ്ങളാണെങ്കിൽ പോലും വലിയ ചിന്തകളിലേക്ക് വെളിച്ചം വീശുന്നു. വീണ്ടെടുക്കുവാൻ തക്കവണ്ണം വീണ്ടെടുക്കുന്ന ക്രിസ്തുവിനെ പറ്റി വെളിച്ചം വീശുന്ന ഒരു പുസ്തകമാണിത്. അതുപോലെ തന്നെ മഷിഹായുടെ വംശപാരമ്പര്യത്തിൽ ദൈവത്തിന്റെ താല്പര്യവും വിവരിച്ചു കാണിക്കുന്ന ഒരു പുസ്തകമാണിത്. ഇനിയും എന്താണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാന പ്രമേയം? വാട്ട് ഈസ് ദ മേജർ തീം? റിഡംഷൻ. അത് യഹൂദർക്ക് മാത്രം ഉള്ളതല്ല, അത് സാർവത്രികമാണ്, നമ്മൾ എല്ലാവർക്കും വേണ്ടി ഉള്ളതാണ്. കർത്താവിന്റെ വീണ്ടെടുപ്പ് എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പുസ്തകം അവസാനിക്കുന്നു. ഇത്രയുമേ ഉള്ളൂ ഇന്നത്തെ ഒരു ക്ലാസ്. അടുത്ത ക്ലാസ് എസ്തേറിന് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. എല്ലാം കൂടി ഒരുമിച്ചെടുത്താൽ ഒത്തിരി പഠിക്കേണ്ട, വളരെ കുറച്ചായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകാം. കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. നമുക്ക് മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ കാണാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.